നിന്നെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല. ഇതിന്റെ റിസൾട്ട് വന്നിട്ട് നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കിയിട്ട് വേണം എനിക്ക് വേറൊരു പെണ്ണെ കെട്ടി നിന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കാൻ. കെട്ടി നോക്ക്, പള്ളി വന്ന് ഞാൻ ബഹളം. എനിക്കറിയാം. ബോബി എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാലമുണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത് കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസം ഉണ്ടാവും. ഓ, അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ആരുടെ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളി പോയി. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ കണ്ട നേരം. ഞാൻ പ്രാർത്ഥിച്ചാ ബോബിക്ക് ഇത് നീ പള്ളി പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ ശവടൊക്കെ ഒന്നിച്ചായിരിക്കും. വീട്ടിൽ നാട്ടിച്ച പോലെ ഇനി നാട്ടുകാർ മുമ്പിൽ കൂടെ നാട്ടിക്കണം. മര്യാദയ്ക്ക് ഇവിടെ തോന്നില്ലേ? കൊച്ചിനെ തള്ളം കൊടുത്ത് കുടിച്ച് തറയ്ക്കും. ബോബി എങ്ങോടാ? എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്. ഞാനേ ചേട്ടോ, എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫീസിൽ പോകും. നീ എന്നെ ചോദിക്കാൻ? കെട്ടിയനോട് എവിടെ പോകുന്നു ചോദിക്കാൻ ഭാര്യയ്ക്ക് അധികാരമില്ലേ? അതൊക്കെ സോറി, പള്ളി പോയി പറഞ്ഞാൽ മതി. അതാ ചോദിച്ചത്. പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാന്ന്. ബോബി ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി.